ഇതാകുമ്പോ ഒരു ഗെയിമർ ലുക്ക് ഒന്നും ഇല്ല കേട്ടാ. എടാ ഞാൻ ഇത് മറ്റേ അവിടെ ഇങ്ങനത്തെ സെറ്റപ്പാണ് എനിക്ക് ഇഷ്ടം. അതാകുമ്പോഴത്തേ ഗെയിമർ ആണെന്ന് അറിയത്തില്ല, ഒമികൾ സ്കിപ്പും ചെയ്തിട്ട് നീ അളിയാ നീ അങ്ങോട്ട് പെടച്ചേ പയ്യ പെണ്ണ് 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 ഒരു പെണ്ണ് കിട്ടുന്നവരപ്പോ പെണ്ണ് കിട്ടുന്നവരപ്പോ എന്നിട്ട് അവളെ പ്രാങ്ക് ചെയ്യണേ. എല്ലാം സ്കിപ്പ്. ഹായ് ബ്രോ. പിന്നെ അവൻ നിന്റെ ഇവന്റെ പേരെന്ത് ചോദിക്കും, ഇവന്റെ പേര് സ്കിപ്പ് പോയി അവൻ പോയി, ഞാൻ ചെയ്യണല്ല കണ്ടാ. ഇത് ഇവന്മാര് ഈ സമയത്ത് മറ്റേ വേറെ പരിപാടി കയറി ഇരിക്കുന്നവന്മാര്. ഞാൻ പറഞ്ഞില്ലേ ഒരു പെണ്ണെ പറ്റിക്ക നീ ഒരു പെണ്ണിന്റെ എടുത്തിട്ട് അതാവുമ്പോ മറ്റേ ചീപ്പ് എക്സ്പ്രഷനെ കിട്ടും, മനസ്സിലായ? എനിക്ക് അങ്ങനെ ചീപ്പ് എക്സ്പ്രഷൻ ഇടാനൊന്നും പറ്റത്തില്ല, മനസ്സിലായി? അല്ല അവരുടെ എക്സ്പ്രഷൻ കിട്ടുമെന്ന്. അതൊക്കെ ഇവന്റെ പേര് ഇവന്റെ പേര് പേരെന്താ ബ്രോ? അനന്തു. നല്ലോണം കൊട്ടുന്നുണ്ടല്ലേ? ഇവിടെ സ്ഥലം എവിടെ? എറണാകുളം. ബ്രോയുടെ സ്ഥലം ഞാൻ പറയട്ടെ? സംസാരിക്കാം പറയാം. എന്നിട്ട് ബ്രോ എന്ത് ചെയ്യുന്നു? ഞാൻ ഡിഗ്രി തേർഡ് ഇയർ ആൽബർട്സ്. ഡിഗ്രി തേർഡ് ഇയർ. എറണാകുളത്ത് എവിടാ? എറണാകുളം ബുക്കാട്ടോടി, പെരുമ്പാവൂര്, ആറോട്ട്. ബ്രോ കൊല്ലമാണോ? ഹലോ ഹലോ ഹലോ. കൊല്ലം അല്ലെന്ന് പറ, അവനെ മുമ്പ് ആലപ്പുഴ ഏകദേശം അടുത്തേക്ക് വന്ന്. ഞാൻ പറയാം. കാസർഗോഡ് കൊല്ലം ജില്ലയാണോ? അല്ല ബ്രോ, കാസർഗോഡാ. നോട്ട് പോസിബിൾ. സമ്മതിക്കൂല ഞാൻ ഹോസ്റ്റലിലാ പഠിച്ചത്. ഞാൻ കുറച്ചാളായിട്ട് ഹോസ്റ്റലിൽ ഇതാണ് പഠിക്കണത്, മനസ്സിലായില്ലേ? 4-5 വർഷം 7-8 വർഷം. സ്ഥലം കാസർഗോഡാണ്. ഞാൻ ഇപ്പം കുറച്ചാളായിട്ട് ഒരു 7 വർഷത്തോളമായി ഇപ്പൊ ഇവിടാണ്. ബ്രോക്ക് കണ്ണാപ്പിയുടെ സൗണ്ട് ഉണ്ട്. കണ്ണാപ്പിയുടെ സൗണ്ട് എന്നെ അറിയാത്തോലേക്ക് ആ കുണ്ണനെ അറിഞ്ഞൂടാ അവന്റെ റിയാക്ഷൻ. അങ്ങനെയുള്ള കുണ്ടകളെ കാണാറില്ലെന്ന് പറ. അങ്ങനെയുള്ള കുണ്ടകളെ അതിനകത്ത് കണ്ണാപ്പി എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ട്. ടി വി അതിനകത്ത് കണ്ണാപ്പി എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ട്. കണ്ണന്റെ കുണ്ണന്റെ ലൈവ് ഒന്നും കാണത്തില്ലെന്ന് പറ. അവന്റെ ശരിക്കും പേര് അവന് മറ്റേ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ കണ്ണാപ്പിന്നാ. അതെന്ത് ചെയ്യുന്ന പുള്ളി സ്ട്രീമറാ. എന്ത് ഗെയിമാ? ഗെയിമറാ. ഗെയിമർ പ്ലസ് സ്ട്രീമർ. ഇതോ മേകളിലൊക്കെ വന്നിരിക്കാറുണ്ട് ഇടയ്ക്ക്. പുള്ളിയുടെ സൗണ്ട് ഞാൻ അത് കൊല്ലമാണോന്ന് ചോദിച്ചാ, ഞാൻ ഇങ്ങനത്തെ കുണ്ണുകളുടെ പരിപാടി ഒന്നും ഞാൻ കാണാറില്ല, മനസ്സിലായില്ലേ? എനിക്ക് അവൻ ചിരിക്കുന്നതാ അവനെ കറക്റ്റ് ആ സൗണ്ട്. അവനങ്ങ് ചിരിക്കുന്ന കേട്ടാ. ഇൻസ്റ്റയില് ജർമ്മൻ കണ്ണാപ്പിന്ന് എന്തോ. ബ്രോ ഇതെല്ലാം കാണൂല്ലേ? എന്ത് ചെയ്യാറുന്ന ബ്രോക്ക് വേറെ പണിയില്ലല്ലേ? സമയം പോണ്ടേ? സമയം പോവാൻ വേണ്ടിട്ടാണ് ഇതിനകത്ത് കയറിയതല്ലേ? ബ്രോയ്ക്ക് ഇപ്പൊ എന്തൊക്കെയോ ഒരു മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ കിടപ്പുണ്ടല്ലേ? സൈക്കോളജിയാ പഠിക്കണേ? ചെറുതായിട്ട്. ഞാൻ സൈക്കോളജിയാ പഠിക്കണേ. അതുകൊണ്ടാണ് കേട്ടോ അവൻ വെച്ചടിച്ച് പറഞ്ഞേ. ഇനി ഇവനെ ശരിക്കും സൈക്കോളജി പഠിക്കണേ? ഇല്ല, ഞാൻ അങ്ങനെ ഡീപ്പായിട്ടൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ഞാനും സൈക്കോളജി സ്പെസിഫിക് ആയിട്ട് എടുത്തിട്ടില്ല. സോഷ്യൽ വർക്ക് പഠിക്കണം. അതിനകത്ത് എന്നാ പറ എന്തൊക്കെ എന്റെ ഉള്ളില്. ഇത് മതി എന്നാലും ഇവനെ തൂക്കാൻ പറ്റും. ഞാൻ പോട്ടേന്ന് പറയാം. എന്തായാലും നമുക്ക് കാണാം, ഇനി കാണാം. അന്നേരം ഇനി ബാക്കിയും കൂടെ ഒന്ന് അനലൈസ് ചെയ്തെടുക്കും. ഓക്കെ, ആണല്ലോ വരാം. ശരി എന്നാ ബ്രോ, ബൈ ബൈ. അവന്റെ ഉണ്ട ഇന്ന് കറക്കും ഞാൻ ഇന്ന്, കണ്ടോ? അവനാടാ എന്നെ കുണ്ണേന്ന് വിളിച്ചിട്ടോ, കേട്ടോണ്ടിരുന്നോളാ. ടൈവാണെന്ന്. എടാ ഇനിയൊരു പെണ്ണെ സാരിയൊക്കെ കൊടുത്താരോ വരാൻ പറയുന്നത്. സാരിയൊക്കെ കൊടുത്തു വരാൻ.
അല്ലെ ഫെമിലിയർ ഫേസസ് ഒക്കെ. എടാ ഇവ ഞാൻ എന്നാ ചെയ്തേ? ഞാൻ പാവല്ലേ? എടാ നിന്നെ എവിടെ ഞാൻ കണ്ടിട്ടുണ്ട്? ഞാൻ ഒമേഗിൾ വീഡിയോസ് ഇടായിരുന്നു. ഒമേഗിളിലെ വീഡിയോസ് ഇടുന്നത് അതാ ഞാൻ പറഞ്ഞ, ഞാൻ ഇൻസ്റ്റയിൽ എവിടെ റീല് പോലും ഇങ്ങനെ കണ്ടോണ്ട് ഇതിന്റെ നിനക്ക് ഇത് തന്നെ പണി, ഇതിനകത്ത് കയറി ഇങ്ങനെ ഇരിക്കുക. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ കയറി നീ ഗെയിമറാ? ഗെയിമർ ഒന്നല്ല, പിന്നെ ഞാനിങ്ങനെ ജസ്റ്റ് ഒമേഗിൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും. അല്ലെ കണ്ണാപ്പി അറിയുന്ന കണ്ണാപ്പി അറിയാൻ ചോദിക്കും. ഇടയ്ക്ക് ഞാൻ ഒരുത്തന്റെ റീല് കണ്ടായിരുന്നു ഇതേപോലെ. ബാക്കിലോട്ട് വരാമേ, ഇതേപോലെ കുറെ ചുവരില് കുറെ ഫോട്ടോ പിടിച്ച് ഏതോ ഒരു കുണ്ണ, മറ്റേ എന്തോ കണ്ണാപ്പി എന്തോ അങ്ങനെ എന്തോ പേര് പറഞ്ഞൊരു അങ്ങനെ എന്തോ പേര്. അത് തന്നെ ആ വെഞ്ചാമരം അവനെ കണ്ടിട്ടുണ്ട് ഇടയ്ക്ക് റീലിലൊക്കെ. പാവല്ലേ ആള്. ഇല്ലടാ ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് കുറച്ച് റീൽസ് കണ്ടിട്ടുണ്ട്, കുറച്ച് കൊള്ളാം. പക്ഷെ അവർ കുണ്ണയാണെന്നാ കേട്ടിട്ടുള്ളത്. അങ്ങനൊന്നുമില്ല, ആള് പാവാണ്. ചെറിയ വായത്താള് മാത്രല്ലേ, പക്ഷെ ആള് പാവാണ്. കണ്ടാ കൊച്ചുണ്ടാ കണ്ണാടി വെച്ച് കള്ളക്കുണ്ണ. നല്ല അഭിപ്രായമില്ല, വേറൊന്നും മോശമൊന്നും പറയാനില്ല. ഞാൻ അവര് വീഡിയോ ലൈവ് എല്ലാം കാണല്ലോ. നല്ല അഭിപ്രായം മാത്രമേ. ലൈവ് ഒക്കെ പിന്നെ ഒരു മോശം അഭിപ്രായം എന്ന് വെച്ചാല് അയാളെ പെണ്ണ് പിടിക്കാൻ ഇറക്കുന്നുണ്ട്. കണ്ട അയാളൊരു പെണ്ണ് പിടിക്കാനാണ്. അവന്റെ പെണ്ണുടിയാൻ. അല്ലെ ഞാനൊന്ന് കേറട്ടെ അവന്റെ. ഇവൻ പിന്നെ ചെക്കനെ പിടിക്കാണല്ലോ കേറിയിരിക്കുന്നേ. കണ്ണാപ്പി ഇതെല്ലാം കേൾക്കുന്നുണ്ടെന്ന് പറടാ. പിന്നെ അവ ഇതെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ. അല്ല എനക്ക് മനസ്സിലായി ഇതെല്ലാം കേൾക്കുന്നുണ്ടാവും. എടാ കൊച്ചുകുണ്ണേ, നിന്റെ കുണ്ണ നിഷ്ഫലമായി പോട്ടെ. അങ്ങനെ കഴിക്കും നിന്റെ മരണം. ഇയാളെ പെമ്പിളാർ നോക്കിട്ട് ഇറങ്ങും, കിട്ടാതെ നിൽക്കുമ്പോ ഇയാൾക്ക് ഒരു ദേഷ്യം വരും. എന്നിട്ട് ഇയാൾ എന്നെ പിടിച്ച് പോടാന്ന് പറയും. താരാ, താങ്ക് യു സോ മച്ച് ഫോർ 400 rupees സൂപ്പർ ചാറ്റ്. താരാ, ഹൗ ആർ യു? എത്ര വാച്ചിങ്? 2000 എന്താടാ അളിയാ 5 കണ്ടിട്ടുണ്ട്. അതെ അതെ. ഇതിനൊക്കെ എത്ര വാച്ചിങ് ഉണ്ടല്ലേ? എടാ എനിക്ക് 15. ആണല്ലേ? ആർക്കാ 5? അവൻ കളിയാക്കിയല്ലോ. കണ്ടിട്ടുണ്ട് ബ്രോനെ പോലത്തെ ഒരാളെ ഞാൻ എവിടെയോ കണ്ടിരി. പോലെ ആരോ കണ്ടിരി. ഗുഡ് താരാ, ഗുഡ്. താങ്ക് യു സോ മച്ച് 400 rupees സൂപ്പർ ചാറ്റ്. പെമ്പിളാർക്ക് ഉമ്മയില്ല സൂപ്പർ ചാറ്റ്. പെമ്പിളാർക്ക് ഉമ്മയില്ല, പ്രത്യേകം പറയാണ്. ശരിയടാ, അതിന്റെ പരിപാടി കാണാം നമുക്ക്. അവന്റെയൊക്കെ മനസ്സിലിരിപ്പുണ്ട്. എന്നെ കുണ്ണേന്നൊക്കെ വിളിച്ചപ്പോഴേ അവൻ കേട്ടോണ്ടിരുന്നത് കണ്ടാ. അടാ ഒന്നല്ല, എത്ര പെണ്ണെ പ്രാങ്കിയാണേ അത്. നീ സ്കിപ്പ് ചെയ്യ. ഞാനല്ലടാ, നീ സ്കിപ്പ് ചെയ്താ കണ്ടറിഞ്ഞൂടെ? ഞാനല്ല, ഞാൻ ഞെക്കണില്ല. ഒരു പെണ്ണിന്റെ പേര് മേടിച്ചോണ്ട് വാളിയാവുന്നു. അതിനുള്ള കഴിവ് പോലും നിനക്കില്ലടാ, കഴിവില്ലാത്ത വട്ടി. എടാ വരട്ട വന്നല്ല നോക്കാക്കത്തോള്. താരാ 7000 പേര് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുത്തരെയും കാണുന്നില്ലല്ലേ? ഞാൻ പെണ്ണ് വിരോധി താരാ. ഇപ്പൊ താര കേറി വരുവേ, എന്നിട്ട് താര ഓമികള് കേറി വരുവോ? ഒന്ന് കാണണല്ലോ. അവര് സ്കിപ്പ് ചെയ്തിട്ട് നീ വെഞ്ചാവരെ കുണ്ണെ പോലെ ഇച്ചിരി ഇളം ചിരിയൊക്കെ വെച്ചിരി. അല്ലെ ഇച്ചിരി ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ടിരി. വെഞ്ചാവരെ കുണ്ണെ കണക്കിരിക്കുന്നത്. പേരേക്ക് ബാറിലെന്തോ എന്തോ ബാറില് ഇരിക്കണാണ്, മനസ്സിലായില്ലേ? എടാ ഇതിന്റെ ലൈവിന്റെ ഇടയ്ക്കാതെ വാട്സപ്പ് ഒക്കെ എടുത്ത് നോക്കുന്നേ. തോന്നിയ പറയുന്ന ഒരു മര്യാദ വേണ്ടേ? ഇങ്ങനെയാണോ ചെയ്യുന്നേ? ചാറ്റ് വർക്ക് ഇതാരായിരുന്നു? സബ്സ്ക്രൈബർ ഇത് എനിക്ക് അറിയാവുന്ന അമൽജിത്ത്. നോക്കാം. ശരി നോക്കാൻ വേണ്ടിയാ ജീവിതത്തിൽ ഇത്രയും നാളെ ഞാൻ ആദ്യമായിട്ട് ഇത്ര പെൺപിള്ളേരെ ഞാൻ റിജക്ട് ചെയ്തത്. നാടുകളെ പെണ്ണുങ്ങളെ സ്കിപ്പ് ചെയ്തിരിക്കുന്നെന്ന് ഒരുത്തിയുടെ പേര് മേടിച്ചിട്ട് വാടാ. അവളുടെ പേര് മേടിക്കും.
എടാ നീ ഒന്ന് മിണ്ടാണ്ടിരി, ഞാൻ നോക്കട്ടെ. അവനെ കിടന്ന് അലർന്ന. ഹലോ എടാ വന്ന്. അയ്യോ ഇതൊക്കെ എന്തും ഇന്ന് മൊത്തം പെൺപിള്ളാരില്ലോടാ. നീ കേറണ്ട. അടുത്ത ഞാൻ പെട്ടെന്ന് ഒരാളുടെ പേര് മേടിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് കയറണം. ഓക്കെ ഓക്കെ. നമ്മള് 2 പയ്യന്മാരുടെ പേര് മേടിച്ചല്ലേ? അല്ല ഒരു പയ്യന്റെ പേര് മേടിച്ചില്ലേ? എന്ത് അനന്തല്ലേ? അനന്ത് ആനന്ദ്. എടാ അതിൽ അവനല്ലേ? ആര്? ഹായ്. എടാ എന്ത് ആ സൈഡിൽ ഇരുന്ന പെണ്ണ സ്കിപ്പ് ചെയ്ത്. എടാ ഇവനെ ഇവന്റെ ഫ്രണ്ട് വെച്ച് എന്നെ 2 പറഞ്ഞാ. വീരുവോ? എടാ വീര് വാസോണ്ട് പട്ടിയുടെ പേരാ ബില്ലു എന്ന് ഉദ്ദേശിച്ചത്. എടാ വില്ലു. ഞാൻ ഇന്നലെ ലൈവ് കണ്ടുള്ളൂ. ഇന്നലെ മിഞ്ഞാന്നാ അളിയ ബെറുസാർക്കടെ വീരു അതാണ് കാണിച്ചത്. വീരു ഇയാള് ചുമ്മാ നിങ്ങൾ ആർ പി ലൈവ് ഇടുന്ന ഒരാളാ. ഇല്ല വീരുവോ? വീരു മറ്റേ വാസോന്റെ പട്ടിയുടെ പേരല്ലേ? നീ എന്തോ വീരുമോനെ പട്ടീന്റെ പേര്. പക്ഷെ നിങ്ങൾ ഏതൊരു പേരുള്ളൊരു സാധനം ഉണ്ടല്ലോ മറ്റേ ലൈവില് ആർ പിയില്. എന്താണ് വീരു തന്നെ തോന്നുന്നു. വീരു വീരുമോനെ മുത്തേ നിങ്ങൾ ലൈവാ എനിക്ക് അറിയാം. ഇപ്പൊ ലൈവ് എന്നല്ല, ഐ മീൻ മറ്റേ ആർ പി ലൈവ് ഇടുന്ന ആളാ. അവനറിയാവുന്നേടാ. അവനറിയാവുന്നേ. പിടിക്കും. ചുമ്മാ വേണ്ട കേട്ടാ. മണ്ടനല്ല ഞാൻ. അളിയ അവൻ നിന്നെ കുണ്ണയാക്കുക. റോൾ പ്ലേ എക്സ്ലാൻഡിസിറ്റി. അല്ലെ ഇനി സംസാരിക്കാതിരിക്കണ്ട. പുതിയ പേര് വീണ്ടും വീരു. നീ ഒരുമാതിരി പറ്റില്ല കുണ്ണടക്ക് സംസാരിക്കല്ലേ. കണ്ണാപ്പി കുണ്ണടക്ക് മനസ്സിലായ? ആ വെഞ്ചാമരത്തിനടക്ക് സംസാരിക്കില്ല നീ. ആര് കണ്ണാപ്പിയാ? അവന്റെ കൂട്ടത്തിൽ സംസാരം മാറുന്നുണ്ട് എന്റെ. അയാള് ശരിയല്ല. അവനെ കുറിച്ച് എന്താ നിനക്ക് പറയാനുള്ളത്? ഇവന്റെയൊക്കെ മനസ്സിലിരിപ്പണ്ട കൊച്ചുകുണ്ടാളെ. വീട്ടിൽ വന്ന് തൂക്കൂ. അവനും തൂക്കത്തില്ല. അവനതിനുള്ള ഗുണം മാത്രമേ ഉള്ളൂ. വീട്ടിൽ മണ്ടൻ മണ്ടൻ. ഞാൻ ചെറിയ ചക്കനാണോ എന്നോട് ഇത് എടുക്കാൻ വരുന്നത്? എടാ പോടാ ചേർക്കാ നീ. അവനെ കുറിച്ച് നിന്റെ ഒരു അഭിപ്രായം പറ. പക്ഷെ ആള് പാവമാണ് കേട്ടാ. പാവോ നല്ല ആളാ. നമുക്ക് യൂട്യൂബിൽ ഇഷ്ടമുള്ള ആളൊക്കെ തന്നെ അയാള്. പക്ഷെ ആളെന്നെ അന്ന് ചുമ്മാ അങ്ങനെ പറഞ്ഞു വിട്ടു. അത് സീനൊന്നുമില്ല. അത് സ്വാഭാവികം കോമഡി ലൈക്ക്. അതങ്ങനെ കണ്ടാ മതി. അവനിൽ നിനക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനത്തിന്റെ പേര് പറ. ഇഷ്ടപ്പെടാത്ത സാധനമാ? അല്ല ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. നീ എന്തിനാ അങ്ങനൊക്കെ പോണേ? ഞാൻ എങ്ങോട്ട് പോയി? ഇഷ്ടപ്പെടാത്തൊരു മച്ചാൻ അങ്ങനെ പറഞ്ഞ നിങ്ങൾ എന്താ അയാളെ നല്ല മറ്റേ നീ കുറ്റം പറയിപ്പിക്കുക? ഞാൻ പറയിപ്പിക്കുക. നീ പറ. ഇഷ്ടപ്പെടാത്ത സാധനമാ? പിന്നെ ഒരാൾക്ക് എല്ലാം നല്ലത് കാണിച്ചിരിക്കത്തില്ലല്ലോ. അവൻ എന്തേലും കുറവ്. എനിക്കറിയത്തില്ല. ചാറ്റ് പറഞ്ഞേ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. നമ്മുടെ കണ്ണാപ്പി കണ്ണാപ്പി നിക്ക് ആളെ ഇഷ്ടപ്പെടുത്തി അങ്ങനെയൊന്നുമില്ല മച്ചാനെ. ആള് പൊതുവെ ഒരു ഇതിനകത്ത് 2-3 പേരുടെ അടുത്ത് പറഞ്ഞു അവൻ ഒരു പെണ്ണുപിടിയിലായിരുന്നു. ഇത് ഉള്ളയാണ്. എന്നെ വിളിച്ചതാ പെണ്ണുകൂടിയെന്ന്. മനസ്സിലായ? ആളെ ശരിക്കും പെണ്ണുകൂടിയ എന്നോട് പറഞ്ഞ് മറ്റേ നീ ആമ്പിള്ളാരൊക്കെ സ്കിപ്പ് ആക്കുക അങ്ങനെയാന്നൊക്കെ പറഞ്ഞു. ഞാൻ ആളെ ലൈവ് കയറിയപ്പോഴാണ് കണ്ട ആള് മൊത്തം ആമ്പിള്ളാരെ മൊത്തം സ്കിപ്പ് ആക്കി. ഇയാൾ ചുമ്മാ ഞാനാണ് ഇവിടെ ഒമേഗൽ സ്ട്രീമേഴ്സ് ഏറ്റവും കൂടുതൽ ആമ്പിള്ളാരോട് സംസാരിക്കുന്ന ഒരുത്തൻ. അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇയാളെ പറയിപ്പിച്ച ഞാൻ പറഞ്ഞോന്നല്ല കേട്ടാ. ഇയാളെ പറയിപ്പിച്ച കൊച്ചുണ്ടേ അല്ലെ അടുത്തവരെ സ്കിപ്പ് ചെയ്യ്. നമ്മൾ ടാസ്ക് നിനക്കൊരു പെണ്ണിന്റെ അടുത്ത് പേര് ചോദിക്കാൻ പോലും പറ്റൂലേ? ഇല്ല നമ്മുടെ ചലഞ്ച് വർക്ക് ആവത്തില്ല. നോക്കട്ടെ വരണ്ടേ. ഫ്രാൻസിന്നൊക്കെ ഏതോ കട്ടിലടിന്നുള്ള ആൾക്കാരൊക്കെ വന്ന് ഇത് ചെയ്യാൻ. സീരിയസ്ലി പറയാ എന്റെ മുഖമൊക്കെ വെച്ചിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണ് പോലും തിരിഞ്ഞു നോക്കത്തില്ല. സീരിയസ്ലി അതൊക്കെ പെണ്ണാളിയാ. ഇല്ലല്ല ഇത് വെച്ചാ എന്നെ പിടിച്ച് തിന്നവനൊക്കെ. തിന്നും കേട്ടാ. അവ അടിക്കും. അവർക്ക് ആളെ വീട്ടിൽ വരും. അത് എന്നാലും നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അത് കംപ്ലീറ്റ് ചെയ്യും നമ്മള്. എടാ എന്നെ എന്തോ വിളിക്കാൻ
അത് പെണ്ണൊന്നുമല്ലടാ. അത് പെണ്ണാക്കുന്നേ. എടാ അത് എവിടെ കൊണ്ടാ നീ പെണ്ണാണെന്ന് പറഞ്ഞേ? ഹലോ അളി അലോ ചോദിച്ച് വെയിറ്റ് ചെയ്തിരിക്കാ, പേര് ചോദിക്കളിയാ. ഓക്കെ 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 ഓക്കെ. ഇന്ന് കൊറേ പേരുണ്ട് കേട്ടാ. ഇതാട്ടെ കട്ടിലടി, പേരപ്പുറം, ഇതെല്ലാം വരും ഇന്ന്. സൗദി അറേബ്യന്നൊക്കെ ഒരു പണിയില്ലാതെ എടാ പാവടാ, പാവൻ പുള്ളി ജോലിയൊക്കെ കഴിഞ്ഞ് റിലാക്സേഷന് വേണ്ടി കയറിയായിരിക്കും. സത്യത്തിൽ. പക്ഷെ എന്തായാലും നിനക്കിന്ന് നല്ല ബേഷ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മണ്ണുണ്ണി ഒരു പെണ്ണിനോട് സംസാരിക്കാൻ അറിയാത്ത മൊണ്ണ. എടാ എടാ ഞാൻ എങ്ങനെ, ഞാൻ ഇതിനകത്ത് അളിയ ഫാനൊക്കെ പെണ്ണാ. അളിയ ഹലോ 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 ഹലോ, എന്റെ ലൈവ് പോയോ? ഹലോ ഹലോ, എന്റെ ലൈവിനൊരു കുഴപ്പമില്ലല്ലോ. അവൻ പോയാ? ഹലോ ഹലോ ലൈവ് ഉണ്ട്. എടാ അവൻ പോയാ? അപ്പൊ ഞാൻ പോയാ? ആരാ പോയത്? അളിയാ SRK, എന്തൊക്കെ പരിപാടി ഇവിടെ? ഇതാ രഘുരാ. ആ നമ്മളെ ഉമ്മീകള്. എടാ SRKയുടെ വിവരമൊന്നും ഇല്ല. SRK പോയോടാലോ? ഉമ്മയിക്കളോ? എനിക്ക് ലൈവ് വരുന്നില്ല. ആരുടെ? SRKയുടെ? ആ. അവൻ ലൈവ് അവൻ കത്തി. അവൻ കത്തിയല്ലേ? അവൻ കത്തി. നിങ്ങളപ്പോ ഒമേകളിലാണ് കളി അല്ലേ? നമുക്ക് എന്താ നീ കേറ്. എടാ ഞാൻ കേറായിട്ടിരിക്കും ഇവരോട്. എടാ ഞങ്ങളൊരു പ്രാങ്ക് സെറ്റ് ചെയ്തോണ്ടിരിക്കുക, മനസ്സിലായോ? എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ കേറിയിട്ട് ഇവൻ ആദ്യം ഉമികള് കേറും. എന്നിട്ട് ഒരു പയ്യനോട് ഇപ്പൊ പേര് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അടുത്ത ഇനി ഒരു പെണ്ണിനോടുകൂടെ പേര് വെക്കും. ഓ പിന്നീട് നീ കേറി നിന്റെ നെയിം ഗസ് ചെയ്യട്ടെ അങ്ങനെ പറഞ്ഞു. അതാണോ? എന്നിട്ട് ഞാൻ കേറിയിട്ട് അവളുടെ നെയിം ഗസ് ചെയ്യട്ടെ എന്ന് ചോദിക്കും, മനസ്സിലായോ? ഓ ഏത് എന്ത് സ്ട്രാറ്റജിയൊക്കെ നമ്മള് കുറച്ചായി ഫീൽഡില്. കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. കേറാൻ പോയി. SRK വിളിച്ചോക്കട്ടെ. എടാ എന്ത് പറ്റിയടാ? വന്നോ? ഓക്കെ വാ പെട്ടെന്ന്. അവൻ വന്ന്. അവൻ വരാതെ എനിക്ക് കേറാൻ പറ്റത്തില്ല. നമുക്ക് ഇവൻസിലെ എന്നാലും നമ്മുടെ ഈ പ്രാങ്ക് ഇന്ന് കംപ്ലീറ്റ് ആകത്തുള്ളു. നമുക്ക് ഇവിടെ ഫൈനൽ സൈക്യൂ ഗെയിം ആണേ. നീ SRK വരും. നിങ്ങൾ എന്തിനാ കളിക്കാൻ വന്നത്? നമ്മള് പബ്ജി. ഇപ്പൊ നീ ലൈവാണാ? ഞാൻ ലൈവാണ്. ഓ എന്റെ ജോലിയൊക്കെ എങ്ങനെയുണ്ട്? ജോലിയൊക്കെ സൂപ്പറാണ്. ഓ സൂപ്പർ ജോലി സൂപ്പർ. കമ്പനിയിൽ അങ്ങനെയൊക്കെ സംസാരിക്കോ? സൂപ്പർ ബ്രോ സൂപ്പർ അങ്ങനെയൊക്കെ സംസാരിക്കോ? നീ ലൈവ് ഒരാളെ ലൈവ് പെട്ടെന്ന്. SRK എത്തി. കാണാനില്ല. താഴോട്ട് വലിച്ചിട്ട് ശബ്ദം പോയി കാണും. പക്ഷെ ഇതുവരെ അപ്പൊ SRK ആരുടെ സംസാരിച്ചില്ല ഇതുവരെ? സംസാരിച്ചു, ഒരാളുടെ അടുത്ത് സംസാരിച്ചു. അപ്പഴത്തേക്ക് അടിച്ചു പോയി. ഞാൻ ലൈവ് ഇട്ടേക്കല്ലേ ഒരു സെക്കൻഡ്. നീ ലൈവ് ഡിസ്കൗണ്ട് ലൈവ് രഘുലിന് എന്താ ജോബ്? അത് രഘുല് റിവീൽ ചെയ്യത്തില്ല. അത് ഇച്ചിരി എന്താ രഘുലിന് എന്താ ജോബ് എന്ന് റിവീൽ ചെയ്യാൻ പറ്റൂല ഞാൻ പറഞ്ഞു. അത് ഇച്ചിരി വലിയ ജോബാണത്. റിവീൽ ചെയ്തിട്ടില്ലല്ലോ ജോബ്. അറിയാം. അല്ലെ UPS ഇല്ലായിരുന്നു അളിയാ? എടാ നിന്റെ UPS ഇല്ലായിരുന്നാ?
അളിയ സ്റ്റാർട്ട് ചെയ്യ്. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ? ഇനി അളിയ പെമ്പിള്ളേർ വരുമ്പോഴത്തേക്ക് ഈ ജനലും വാതില് ഫാൻ ഇതൊക്കെ കാണുമ്പോ സ്കിപ്പ് ചെയ്യല്ലേ ഓക്കെ അന്നേരം മറ്റേ സാമാനൊക്കെ പൊക്കിക്കൊണ്ടുവന്ന് ഞാൻ എന്ത് ചെയ്യും? അളിയ അത് ബ്ലർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പൊ യൂട്യൂബിൽ, അതൊന്നൊരു സീനേ ഇല്ല. അത് താനെ ബ്ലറാവോ? അല്ലല്ല, നമുക്ക് ബ്ലർ ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പൊ പണ്ട് മറ്റേ കട്ട് ചെയ്യുന്ന ഓപ്ഷൻ ഇല്ല, അതിന് വരെ ഇപ്പൊ ബ്ലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു ഫ്രെയിം മാത്രമായിട്ട് നമുക്ക് മറ്റേ ഇങ്ങനെ വരച്ചു കൊടുത്താൽ ബ്ലർ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഉണ്ട്. മനസ്സിലായി. ഇത് തുടങ്ങി ഇത് പഴയ ലൈവൻ ഇതായടാ ഷെഡ്യൂൾ ആയതെന്ന് തോന്നുന്നു. അല്ലെ പെണ്ണ് ഫസ്റ്റ് പെണ്ണ് ഇനി ആണ്ട് പേര് കിട്ടി. പെണ്ണൊക്കെ കിട്ടൂല. ഇതാരി നമുക്ക് ആ പെണ്ണിന്റെ നമുക്കൊരു പെണ്ണിന്റെ പേരാണ് വേണ്ടത് പ്രാങ്കില്. അതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ സെറ്റ്. കിടന്നുകൊണ്ട് രാത്രിയില് മറ്റേ വേറെ പരിപാടിക്ക് ഇറങ്ങിയ മാമന്മാര് ആണ്ട് ഒരുത്തിന് വേറെ ഒരു പണിയില്ല. പിന്നെ SRK നിന്നെ കൊണ്ടുപോവേ നോക്കിയേ. ഇത് മറ്റേ നാളെ പെണ്ണല്ലേ ഒരു കട്ടുണ്ട് ചെറിയ അഡ്ജസ്റ്റ് ചെയ്യാനോ? ചക്കാസ്ലോവാക്യ മാമന ബോബല്ലേ ഇത്? ഓതല്ലേ ഇത് പട്ടാളക്കാരാണേ. നാളെ വരും കേട്ടാ. ടീമായിട്ട് എല്ലാം എടാ പാവയൊക്കെ പെണ്ണാളിയാ, പാവയൊക്കെ പെണ്ണാ. ആണല്ലേ അളിയ അടുത്ത പെണ്ണ. ഇത് പെണ്ണ അടുത്ത പെണ്ണ. അവന്റെ കഷം പൊക്കി കാണിക്കുന്നത്. അല്ല ഇവൻ മറ്റേ റിയാക്ട് ചെയ്ത് മറ്റേ ഇതൊക്കെ ഇടല്ലേ. അവനെ നേരത്തെ കണ്ട നമ്മള്. കണ്ണപ്പൻ പറ സംസാരിക്കള. ഈ ചുരുങ്ങാമണിയെ പോലെ ഇരിക്കാ നീ സംസാരിക്കേ. നീ ചുമ്മാ വായിൽ എന്താണ്? അതിന്റെ വായിൽ അണ്ടിയാണാ? സംസാരിക്കേ. എടാ ഇത് മറ്റേ പയ്യൻ മറ്റേ അരുണുദേ. അതാരാ അരുണുദേ? ഇതൊക്കെ തുടങ്ങിയല്ലേ സൗദിയിലൊക്കെ ആൾക്കാരാ. അല്ലെ ഒരു പെണ്ണിന്റെ അടുത്ത് നീ പേര് വയ്ക്കാൻ പറ്റില്ല. നീ ഒരു പെണ്ണ വെഞ്ചാരക്കുണ്ണ. വരട്ടെ ആളിയാ നീ നിന്റെ കൈ തെറ്റാണല്ലേ സ്കിപ്പ്. ഞാൻ കണ്ടോണ്ടിരിക്കുക അളിയാ. ഞാൻ ഇങ്ങനെ എനിക്ക് അറിയത്തില്ല. ഞാൻ പതുക്കെ എടാ ഇത് യുഎസ് അളിയാ. രണ്ടുപേരും നോക്കി നിക്കുന്നു. അളിയാ യു ക്യാൻ. നമ്മളുടെ ക്യാനോ അളി എന്നിട്ട് വേണം എനിക്കോട്ട് ഇറക്കം ഇറങ്ങാൻ. മനസ്സിലായോ? ഞാൻ ഇവിടെ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുക. എന്നെ വെയിറ്റ് ചെയ്ത് എന്തൊരു പിള്ളേരോട് ഉണ്ടെന്ന് അറിയോ? അത് കഴിവുള്ളവരാണ്. കഴിവുള്ള ഏതാ പേരാണ് കേട്ടാ. വേണ്ട വെറുതെ അവന്റെ അടുത്ത് സംസാരിച്ച് വെറുതെ ഇത്രയും പേരുണ്ടായിട്ട് വരുവടാ. അത് പെമ്പിള്ളേർ ഓരോരുത്തരോട് സംസാരിച്ചോണ്ടിരിക്കുക. അവര് ഫ്രീ ആവുന്ന അനുസരിച്ചല്ലേ വരത്തുള്ളൂ. മനസ്സിലായ അതൊക്കെ ഏത് രാജ്യമാണ്? സ്ലോവേറിയൻ. എല്ലാരും മറ്റേ ഗിറ്റാർ ഒക്കെ കൊണ്ടല്ലേ. ഞാൻ തബലയൊക്കെ മേടിച്ചിട്ടിരിക്കട്ടെ ഇവിടെ. ഞാൻ നാളെ ചെണ്ടൊക്കെ മേടിച്ചിട്ടിരിക്കാൻ പോകുന്നത്. കൊട്ടി ഇരിക്കാൻ നാളെ. വാസുണ്ട് അവിടെ ഒരു ഗിറ്റാർ ഉണ്ട്. വാസുവിന്റെ അടുത്ത് ചോദിക്കാം ഒമേകൾ ചെയ്യാനായിട്ടാ ഗിറ്റാർ വരും ചോദിക്കണം ഒന്ന്. ഇത് നമ്മൾ എടുക്കും. ഒരു പെണ്ണിന്റെ അടുത്ത് പേര് ചോദിക്കാൻ കഴിവില്ലാത്ത മൊണ്ണ. എടാ ഞാൻ നിന്റെ കൂട്ട് ഇവൻ അറിയാം. ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റേ ഇപ്പൊ കുറച്ച് മുൻപ് പോയത് ആണോ? ക്യൂട്ടായിട്ട് നോക്കിക്കൊണ്ടിരിക്കും ഇങ്ങനെ ക്യൂട്ടായിട്ട്. വളച്ചേനാടാ തന്നെ SRK. എടാ അവരുടെ അടുത്ത് ചോദിക്കുമ്പോഴായിരുന്നോ ടീം കണ്ടപ്പോ മേടിച്ചു. ഞാൻ കണ്ടൊക്കെ മേടിച്ച തുണിയില്ല ദൈവമേ. അത് ബാബൻ ചരിച്ചൊക്കെ ക്യാമറ അടിച്ച്. എടാ പൊടിയനൊക്കെ ഒമേകളിൽ കയറിയിരിക്കുന്നു. പൂച്ചക്കുഞ്ഞ് അല്ല അവൻ നേരത്തെ അവൻ കൊറേ ഉള്ള പൂച്ചക്കുഞ്ഞിന്റെ ഇത് ഇട്ട് പിത്തർജിയുടെ ക്യാരക്ടർ ഇട്ട് അവൻ ഹായ് ബ്രോ എന്ന് പറയുമ്പോ ഇല്ല സാധനം ഇപ്പൊ സാധനം നീട്ടി. ഇത് കണ്ണാപ്പി. അതെന്റെ സ്ലാങ് അളിയാ. അതെന്റെ സാധനം. ഹലോ
അയ്യോ ഞാനല്ല ഇവിടെ. ഹലോ എടാ ഒന്ന് മിണ്ടാതിരി ഞാൻ എടാ അളിയാ നീ ഒരു പെണ്ണുണ്ണി അളിയാ പെണ്ണുണ്ണി ചോദിക്കോ പേര് ചോദിക്കുക ഹലോ ഹലോ ചോദിക്കേ നമ്മളിനി മിണ്ടുന്നില്ല അതിനി ചോദിക്കും. വെഞ്ചാമര കൊണ്ടൻ നീ എന്നെയാണോടാ നീ പറയണേ? ജപ്പാൻ ഇന്ത്യ. വിർച്വൽ ഓ, ഓ, ക്യാമറ ഓ. ഇട്ടുകൊണ്ടിരിക്കുന്നവൻ. ഞാൻ ചുണ്ട കാണിച്ചോണ്ടിരിക്കുന്നു. ചോദിക്കും ഹായ് കുട്ടേ. ആ ആ കൊച്ചു വെച്ചവരെ സ്കിപ്പ് ചെയ്തടാ. അത് കൊച്ചു വെച്ചായിരുന്നു. ഒരു പ്രാങ്ക് ചെയ്യാൻ പോലും ഒരു പെമ്പിള്ളാർ ഒമികളില്ലേ? വാട്ട് ഈസ് ദിസ് നാട്? ആരും വരുന്നില്ലടാ, സ്കിപ്പാന്ന് മനസ്സിലായാ? എടാ നീ നീ ഇച്ചിരി നീ ആറ്റിറ്റ്യൂഡ് ഇട്ടോ അങ്ങനെ എന്തെങ്കിലും ഈ അഞ്ചാമര കുണ്ടനെ പോലെ ഇരിക്കാ നീ. ചെസ്റ്റൊക്കെ അങ്ങോട്ട് ഇങ്ങനെ അളിയ പറട്ടെ അളിയ ഇറുകി അളിയ ഒരു സ്മോൾ സൈസിലുള്ള ഒരു ഷിമ്മി എടുത്ത കൊണ്ടിട്ട് മസിലൊക്കെ കാണിച്ചിരി. നീ കുനിഞ്ഞിരിക്കല്ലടാ SRK. ഇരിക്കല്ല, ഞാൻ നേരെ ഇരിക്കണ്. ഇപ്പൊ അങ്ങനെ ചെസ്റ്റൊക്കെ അങ്ങനെ വെച്ചിട്ടിരിക്ക. അപ്പൊ എന്നെ ചിരിക്കല ആറ്റിറ്റ്യൂഡ്. ലൈവല്ല ഹലോ ഇങ്ങനെ നേരെ ഫേസ്. പോയി, ആള് പോയി. ഹലോ 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 മ്യൂട്ട് ചെയ്തിട്ട് പോയി. അപ്പൊ സ്കിപ്പ് മ്യൂട്ട്. ഹലോ ചേച്ചി അല്ലെ ബീരെ ലൈവ് എന്ന് പറഞ്ഞോണ്ട് അവളെ സ്കിപ്പ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് പിന്നെന്തോ ഇതിനകത്ത് കയറിയിരിക്കുന്ന പറ്റും യു ക്യാൻ അഞ്ചാമര കുണ്ടൻ. എടാ എനിക്ക് ഞാൻ അങ്ങനെ സംസാരിച്ച് എനിക്ക് വലിയ ഒരു ഇത് എക്സ്പീരിയൻസ് ഇല്ലല്ലേ? എടാ ഏത് ഇൻസ്റ്റയിൽ ഏത് പെണ്ണിന്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയാലും SRK ഫോളോഡ്. ഞാനും കണ്ടിട്ടുണ്ട്. SRK മാത്രല്ല മിസ്റ്റർ കിണ്ണൻ അളിയ പെണ്ണ പേര് പോയി പേര് ചോദിക്കാനേ. എടാ എങ്ങനടാ പെണ്ണ ആ പെണ്ണായിരുന്നത്. പാട്ട് കേട്ട് ഇന്ന് നാളെ വരുവോടെ ഇവര്? എനിക്ക് അറിയത്തില്ല. ഇതാര്? മാമനല്ലേ വിർച്വൽ ക്യാമറ ഒക്കെ ആയിട്ട് വന്നേക്കുന്നു. എടാ സ്കിപ്പാടാ, ഞാൻ എന്ത് ചെയ്യാനാ? എടാ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അറിയോ സംഭവം? ഇതിപ്പോ ഞാൻ കേറണോ അളിയാ? ഇല്ല ശരിയാകത്തില്ല. എടാ നീ കേറണോടാ. നീ ഒരു പെണ്ണിന്റെ അടുത്തേലും പേര് ചോദിച്ചാൽ എനിക്ക് കുഴപ്പമില്ല അളിയാ, കേറിപ്പോ ചോദിക്കായിരുന്നു. എടാ എക്സ്പീരിയൻസ് വേണ്ടടാ, ഞാൻ ഇതങ്ങനെ ചെയ്യാറില്ല. അന്ന് ഒരു ദിവസം എടുത്തല്ലാണ്ട് ഞാൻ പിന്നെ എല്ലാം ചെയ്തിട്ടില്ല. ഹലോ നല്ല SRK ഇത് ലക്കില്ലടാ. ലക്കില്ലടാ എനിക്ക്. കണ്ണാപ്പി നീ കേറ്, ഫസ്റ്റ് നീ കേറ്. SRK പിന്നീട് പ്രാങ്ക് ചെയ്താ സെറ്റ് ആണ്, മനസ്സിലായോ? ഞാൻ സ്കിപ്പ് ചെയ്യുന്നില്ല. അളിയാ ഇത് കഴിവില്ലാത്ത ഇച്ചിരി അല്ലെ ഞാൻ ഇച്ചിരി ആറ്റിറ്റ്യൂഡ് കിട്ടുന്ന ഒരു ഐക്യ സ്ട്രാറ്റജിയാണ് ഇമാര്. ഒപ്പം അവൻ ചിരിച്ചോണ്ടാ SRK കണ്ടോണ്ട് അവൻ ചിരിച്ചു വന്നോണ്ടാ. അളിയാ നീ ഒരാളോടൊന്ന് പേര് ചോദിക്കാം. ഇവളോട് ഫിലിപ്പീൻസ് ചോദിക്കാം, സംസാരിക്കേ. അളെ ഞാൻ പറയാം ഒരേവാന്ന് പറ. ഒരേവാ ഇല്ല ഒരേവാ. ഞാൻ നിന്റെ പേര് പറ. വെറു സാർക്കെ. അങ്ങനല്ല ഒരേവാ SRK. ആ കൈസോക്കു എന്ന് പറ. കൈസോക്കു. എടാ നീ അങ്ങ് ഇംഗ്ലീഷ് അളിയാ നിന്റെ പേര് SRK ഒരേവാ. കൈസോക്കു ഞാൻ പൈരറ്റ് ആണ്.
ഞാൻ കണ്ണാപ്പി എന്താ നിനക്ക്? ഇത് 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 എനിക്ക് ശീലമില്ല. നീ എന്നെ അടി ഇന്ന് നോക്ക, നാളെ എന്നെ കൊണ്ടുപോകും നോക്കോ. ചില്ലറ കഴയല്ലേ ഇവന്മാർക്ക്? എടാ അളിയ നീ ഒരാളുടെ അടുത്ത് പേര് വെച്ചാൽ എനിക്ക് മെന്റലിസ്റ്റ് ആയിട്ട് അഭിനയിക്കാൻ പറ്റുമോ അളിയാ? ചോദിക്കളിയോ ഒന്ന്. ഇത് സ്കിപ്പ് അടിച്ചു പോണു. ഞാൻ എന്ത് അളി ഇത് കഴിവില്ലായ്മ അളിയാ. SRK അത് ഫിലിപ്പീൻസ് ആണ്, ജാപ്പനീസ് അല്ല. ആണല്ലേ? ചോദിക്കേ ഈ കുണ്ണാമ ബെഞ്ചാമര കുണ്ണാമെ പോലെ നീ ഒന്ന് ബാധർന്ന് ചോദിക്കേ. എടാ വന്ന പാടെ അവര് സ്കിപ്പ് അടിച്ചോണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? മറ്റേ പാട്ടുകാരൻ പയ്യൻ. അവന്റെ പാട്ടൊന്നും വേണ്ട. ഇവിടെ അതിലേക്ക് പാട്ടുകാരൻ ഞാൻ ഇല്ലേ ഇപ്പൊ. കണ്ണാ ഇത് നീ തുടങ്ങുന്നതായിരിക്കും ബെറ്റർ. സീരിയസ്ലി പറയാം. ഇത് അരുൺ ഉദയ് നമുക്കറിയാം. ഇത് പരിപാടി അരുണുദയ് അതാരടാ അരുണുദയ്? എടാ മറ്റേ ജിമ്മനില്ലേ മറ്റേ, എനിക്കാണെന്ന് പറഞ്ഞൂടെ. ഓ മറ്റേ വെയിറ്റ് ആയിട്ട് ഞാൻ ജിമ്മറാണ്. മറ്റേ വി പോലെ ഷേപ്പ്. അരുൺ ഉദയ്. ഓ ഇതാ. ഞാൻ ആദ്യമായിട്ടാണ്. അതെ ഒരാളുടെ അടുത്ത് പേര് പോലും ചോദിക്കാൻ. അതെ മാറ് ലെജൻഡ് ഒമീഗൾ ലെജൻഡ് കയറുമ്പോ എങ്ങനെയാന്ന് കാണിച്ചു തരാം. മാറ്. ഞാൻ പിച്ച വെച്ച് തുടങ്ങിയിട്ടല്ലോ. ഞാൻ ഇതിനകത്തിരിക്കുകയാണോ? ഞാൻ ഇപ്പോഴാണ് ഇതിനകത്ത് കേറുന്നത്. ഇത് പിച്ചവപ്പ് മാത്രം. ഇപ്പൊ പിച്ചവപ്പ് മാത്രമേ ഉള്ളല്ലോ. ഒരാള് 2 വർഷമായിട്ട് പിച്ച വെച്ചോണ്ടിരിക്കുവോ? അല്ലെ ഒരു 10 സ്കിപ്പ് ഉടനെ നോക്കാം. 10 സ്കിപ്പ്. അത് വീക്കുമല്ലടാ. കണ്ണിട്ട് അങ്ങനെ വന്ന് ജർമ്മനിന്ന്. ഇത് കണ്ണാപ്പി നീയാന്ന് ചെറുതായിട്ട് പോയി വന്നത് നേരെ പോയി. അവിടെ മറ്റേ എക്കോ ആയിട്ട് വന്ന്. അവനെന്തത് അവനെന്തോ കാണിച്ചു കേട്ടാ. ഞാൻ എന്തോ കണ്ട്. എന്തോ ചെറുതായിരുന്നല്ലേ. എടാ നീ ഇടറാ. പേരെന്താ? പിന്നെ നിങ്ങൾ രണ്ടുമല്ലേ ഇതിനകത്തിരിക്കുന്നത്? അപ്പൊ നിങ്ങളുടെ പേരിലേ ചോദിക്കണ്ടേ? യൂട്യൂബർ ആണോ? ഇപ്പൊ അല്ല, ഇപ്പൊ കർഷകൻ. എന്റെ പേര് സീതാ ദേവിക. ഓ ഒരു രാമായണം ഒരു മഹാഭാരതം ഉണ്ടല്ലോ. സ്ഥലം ഞാൻ ആലപ്പുഴയാ. എറണാകുളം ആലപ്പുഴ. ഇത് നിങ്ങള് ഇപ്പൊ എവിടാണ്? ഹോസ്റ്റൽ. എന്ത് ചെയ്യണ്? പഠിക്കുവാണോ ചോദിച്ചേ? അതാ പഠിക്കാം. ഞാനിപ്പോ MBA ചെയ്യുന്നു. രണ്ടൊരു സ്ഥലം. ഞാൻ ആലപ്പുഴ. ഇവിടെ ആലുവ. ഇപ്പൊ നിക്കണത് പഠിക്കണത് എറണാകുളത്ത് നിന്ന് പഠിക്കണത്. ഓക്കെ. എന്റെ പേര് മിഥുൻ. എനിക്ക് 22 വയസ്സ്. ഒരു വയസ്സിന് 21. ഞാൻ ഇത് പ്രദർശിപ്പിക്കൂല. അവസാനം ഇത് എന്റെ തലേ പറ്റി. സോറി 18. അപ്പൊ 21 സംസാരിക്ക്. വെറുതെ പ്രശ്നമാക്കണ്ട. ഏതാ റൈറ്റിലുള്ളതല്ലേ? കൊച്ചു കൊച്ചു അത് തന്നെ. അപ്പം എന്തോ മതി സ്കിപ്പ് ചെയ്തോ മതി. ബാക്കി കാണാം. അളിയപ്പ സെറ്റ് അല്ലേ? അപ്പൊ തുടങ്ങുമല്ലേ? എടാ നീ തുടങ്ങ്. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഇവരുടെ അടുത്തുനിന്ന്. എടാ സാധനമായിട്ടൊക്കെ വരുന്നത്. അളിയാ കാണാ. ഓക്കെ